ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 പടക്കപ്പലുകൾ, നാവികസേനയുടെ 3 യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരം തൊട്ടിരിക്കുന്നു. ഇറാൻ അവയെ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ്. ഇതിനെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗികമായി പറയുന്നത് ഇത് ഈ നാവിക സൈനിക സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത്. കഴിഞ്ഞ മാസം ഇറാൻ്റെ 2 പടക്കപ്പലുകൾ മുംബൈ തീരത്തും എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ എത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ ഇറാനിലെ ബന്ദർ അബ്ബാസി തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഈ 3 പടക്കപ്പലുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒന്ന്, നയതന്ത്രപരമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു അനുരഞ്ജന നീക്കം നടക്കുന്നു, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു സൂചന നൽകുന്നു. ഒപ്പം ഈ പടക്കപ്പലുകൾ അവിടെ വിന്യസിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം തടയുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഇന്ത്യ ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യയുടെ നാവികപ്പട അവിടെ കിടക്കുമ്പോൾ അതിന് മുകളിലൂടെ ഒരു വ്യോമാക്രമണത്തിന് ഇസ്രയേൽ തയ്യാറാകില്ല എന്നുകൂടി ഇന്ത്യ കരുതുന്നു. ഒപ്പം അതീവ ഗുരുതരമായ മറ്റൊരു വിഷയം കൂടിയുണ്ട്. കാരണം ഈ യുദ്ധം കൂടുതൽ ശക്തമാകുമ്പോൾ ഹൂത്തികൾ ചെങ്കടൽ വഴി ആക്രമണം ശക്തമാക്കാനും അനവധി ഷിപ്പുകളും മറ്റും തകർക്കാനുള്ള സാധ്യതയുണ്ട്. അവരെ നേരിടുക എന്നൊരു വലിയ ദൗത്യം കൂടി ഈ നാവിക സേനയ്ക്കുണ്ട്. ഒരുപക്ഷെ പ്രധാനപ്പെട്ട ദൗത്യം അത് തന്നെ ആകണം. കാരണം യുദ്ധം കനക്കുകയാണെങ്കിൽ ഹൂത്തികൾ ഈ ചെങ്കടലിലടക്കം വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയും വാണിജ്യ കപ്പലുകൾ തകർക്കുകയും തടയുകയും ചെയ്യുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അവിടെ നങ്കൂരമിട്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ പടക്കപ്പലുകളുമായി ചേർന്നുകൊണ്ട് ഹൂത്തികളെ തുരത്തുക, ഇല്ലെങ്കിൽ അവരെ തടഞ്ഞുകൊണ്ട് വാണിജ്യ കപ്പലുകൾ, ഇന്ത്യയുടെ അടക്കമുള്ള വാണിജ്യ കപ്പലുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട്, അവയ്ക്കൊരു സംരക്ഷണം ഒരുക്കുവാൻ വേണ്ടി കൂടി ആകണം. പക്ഷേ ഏതായാലും ഔദ്യോഗികമായി പറയുന്നത് ഈ സൈനിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളതാണ് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളതാണ്. ഏതായാലും അവിടെ എത്തിയിരിക്കുന്ന നാവികസേനയുടെ കപ്പലുകൾ INS ഷാർദുൽ, INS ടിർ, INS വീര എന്നീ 3 കപ്പലുകളാണ്. ഈ കപ്പലുകളെ ഏതായാലും ഇറാൻ അവരുടെ ബന്ദർ അബ്ബാസി തുറമുഖത്ത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇറാനും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. നാവികസേനയുടെ സഹകരണം കൂട്ടുവാനാണ് കപ്പലുകൾ എത്തിയിരിക്കുന്നതെന്നാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.